ഇന്നത്തെ വീഡിയോ ഒരു നേർച്ചയാണ്, അടിപൊളി നേർച്ചയാണ്. വെട്ടത്ത് പുതിയങ്ങാടി യാഹു തങ്ങളുടെ നേർച്ച 172ാമത്തെ നേർച്ചയാണ്. അപ്പോൾ തിരൂറാണ്, തിരൂർ BP അങ്ങാടിയാണ് ഞാനുള്ളത്. അപ്പോൾ ഇത് വലിയൊരു സംഭവം തന്നെയാണ്. എന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇൻവൈറ്റ് ചെയ്തത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ്. പട്ടാമ്പി നേർച്ചയ്ക്ക് ഞാൻ പരിചയപ്പെട്ടാണ്. നബീലാണ് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. എന്തായാലും ഞാൻ ഈ മക്ബറേനുള്ളിൽ കയറലായി. അപ്പോൾ ഇവിടെ ശരിക്കും ഇദ്ദേഹം ഒരു തമിഴ്നാട്ടുകാരനാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളതിലാണ് കഥകൾ. അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാം പഴക്കൊലയായിട്ട് വരും. അപ്പോൾ ഇവിടുത്തെ നേർച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദമാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എല്ലാവരും ഉണ്ടാകും. പക്ഷേ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ദേശീയ ഉത്സവം എന്നെല്ലാം പറയുന്ന പോലെ മലപ്പുറക്കാരുടെ ഒരു ശരിയായ ഉത്സവം തന്നെയാണ്. മതമൈത്രിയുടെ ഉത്തമ ഉദാഹരണമാണ് നേർച്ചയുടെ ചെറിയ കൊടിയേറ്റം. പുരാതന ഹൈന്ദവ കുടുംബമായ അമ്പാട്ട് കുടുംബമാണ് ചെറിയ കൊടിയേറ്റം നടത്തിയത്. വലിയ കൊടിയേറ്റം വടക്കേ തൊടുവിൽ ഹംസയുടെ കുടുംബാംഗങ്ങളാണ് നടത്തുന്നത്. കഞ്ഞിക്കാരുടെ വരവിൽ നിന്ന് തുടങ്ങി ചാപ്പക്കാരുടെ വരവിൽ അവസാനിക്കുന്ന ഒരു നേർച്ചയാണിത്. അപ്പോൾ യാഹു തങ്ങൾ ഒരു വലിയൊരു സംഭവം തന്നെയാണ്. മതത്തിൻ്റെ പേരിലും ജാതി വർണ്ണ വ്യവസ്ഥയുടെ പേരിലും തല്ലുകൂടിയെന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ 1900 കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഇവിടെ വരികയും മലപ്പുറത്ത് വരികയും 15 വർഷം മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ജനങ്ങളെല്ലാം ഒന്നിപ്പിച്ച് വളരെ നല്ല രീതിയിൽ അസുഖങ്ങൾ മാറ്റിക്കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും എല്ലാം കുട്ടികളെയൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച വലിയൊരു തങ്ങളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കാണ് മതസൗഹാർദ്ദത്തിൻ്റെ ആ ഒരു നേർച്ച എന്ന രീതിയിൽ ഇവിടുത്തെ ജനങ്ങൾ ആഘോഷിക്കുന്നത്. തികഞ്ഞ മനുഷ്യസ്നേഹിയായ യാഹു തങ്ങൾ അവർകൾ AD 1845 ഹിജ്റ 1266 സഫർ 21 മഹാൻ അവർകൾ വഹാവത്തായി. മക്ബറ നിലകൊള്ളുന്ന BP അങ്ങാടി തെക്കേ മുഹിദ്ദീൻ പള്ളി ഖബർസ്ഥാനിൽ തങ്ങൾ അവർക്ക് ജനസാമറവ് ചെയ്യുകയും ചെയ്തു. ഇവിടുത്തെ നേർച്ചയുടെ കൊടിവരവ് പോലീസ് സ്റ്റേഷനിലാണ് വരുന്നത്. അത് 1912 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയാണ്. ആ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നും കൊടിവരവ് വരുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. ഇപ്രാവശ്യം DSP ബാലകൃഷ്ണൻ അവർകളാണ് കൈമാറിയത്. നിലവിളക്ക് കത്തിക്കുന്ന അപൂർവം ജാറങ്ങളിൽ ഒന്നാണ് യാഹു തങ്ങൾ മക്ബറ. നേർച്ച ദിവസങ്ങളിൽ ജാറത്തിൽ കത്തിക്കുന്ന നിലവിളക്കിലേക്കുള്ള എണ്ണ പുരാതന ഹൈന്ദവ കുടുംബമായ മാങ്ങാട്ടരിയിൽ കീഴടത്ത് തറവാട്ടിൽ നിന്നുമാണ് കൊണ്ടുവരിക. പുല്ലൂണിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും നേർച്ച ദിവസങ്ങളിൽ അവിൽ നിവേദ്യം ക്ഷേത്ര ഭാരവാഹികൾ മക്ബറയിൽ എത്തിക്കാറുണ്ട്. പുല്ലൂണിക്കാവ് ക്ഷേത്രത്തിൽ യാഹു തങ്ങളുടെ ജീവിതകാലത്ത് പ്രത്യേക ഇരിപ്പിടം തന്നെ ഉണ്ടായിരുന്ന ചരിത്രം രേഖപ്പെടുത്തുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വേറെ എവിടെയും ഇത്രയധികം ക്ഷമയോടെ ജനങ്ങൾ രാത്രി 8 മണി മുതൽ തൊട്ടിട്ട് ശരിക്കും സ്ത്രീകളും കുട്ടികളെല്ലാം പല ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഈ വരവ് കാണാൻ വേണ്ടി നിൽക്കുന്നു. 30ഓളം വരവുകളുണ്ട്. അപ്പോൾ ആ വരവ് കാണാൻ വേണ്ടി നിൽക്കുന്ന ജനങ്ങൾ രാവിലെ 6 മണി വരെ, അതായത് കമ്പക്കെട്ട് കത്തുന്നത് വരെ നിൽക്കുന്ന പറയുമ്പോൾ വലിയൊരു സംഭവം തന്നെ. ഉറക്കം ഒഴിഞ്ഞ് അത്രയേറെ ഇഷ്ടപ്പെടുന്നു. മലപ്പുറത്തിൻ്റെ പ്രത്യേകത അത് തന്നെയാണ്. മലപ്പുറക്കാർ ആ ഒരു മലപ്പുറത്തിൻ്റെ ഒരു സൗന്ദര്യം, മലപ്പുറക്കാരുടെ ആ ഒരു ആതിഥ്യ മര്യാദ എല്ലാം ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. അപ്പോൾ മലപ്പുറക്കാരുടെ ആ ഒരു സ്നേഹവും എല്ലാം നമ്മൾക്ക് ഈ വീഡിയോയിൽ കൂടി കാണിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക.
നേർച്ചക സമാപനം കുറിച്ചുകൊണ്ടുള്ള ചാപ്പക്കാരുടെ വരവിന ഔലിയ യാഹുദങ്ങൾ പപ്പയുടെ സന്നിധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നേർച്ചക സമാപനം കുറിച്ചുകൊണ്ടുള്ള കമ്പം കത്തിക്കൽ കർമ്മം ചാപ്പക്കാരുടെ കമ്പത്തിലെ സമാപനം കുറിച്ചുകൊണ്ടുള്ള കുറിച്ചുകൊണ്ടുള്ള കഞ്ഞിക്കാരിൽ തുടങ്ങി ചാപ്പക്കാരുടെ കമ്പത്തിരയിൽ അവസാനിച്ചു. പാപ്പയുടെ വലിയ നേർച്ചയോടനുബന്ധിച്ച് കഞ്ഞിക്കാരിൽ തുടങ്ങി ചാപ്പക്കാരുടെ കമ്പത്തിരയിൽ അവസാനിച്ചു.